ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചു ഒരു ഈവനിങ് വ്ളോഗ് എന്നൊക്കെ ഞാൻ പൊതുവേ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഫുള്ളായിട്ട് ഇത് കംപ്ലീറ്റ് പോലും ചെയ്യുകയും അങ്ങനെ എനിക്കൊരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് എനിക്ക് എത്രത്തോളം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ഇത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വിട്ടേക്കും. ഞാൻ എന്നും വീട് പരിസരം കാണിച്ച് നിങ്ങൾ ബോറടിപ്പിക്കും. അപ്പോൾ നമ്മളെ പോകുന്നത് രാവിലെ തുണി മടക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തുണിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പോൾ ഒരു സമയം 4 മണി ആയിട്ടുണ്ട്. അപ്പം 4 മണിയായപ്പോൾ നമുക്ക് തുണി എടുക്കണം, ഉണങ്ങാൻ ഇട്ടതാണ്. അപ്പോൾ അതെടുക്കണം. അപ്പോൾ ഞാൻ അതെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അവിടെ നിറച്ച് തുണിയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് മടക്കാനായിട്ടുള്ള തുണി. 2-3 ദിവസം കൂടി നിലയ്ക്കുള്ള അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. ഞാൻ ആ തുണിയൊക്കെ അങ്ങനെ എടുത്തുകൊണ്ട് ഞാൻ വന്നു. തുണി ഇവിടെ കിടപ്പുണ്ട്. ഞാൻ തുണിയെല്ലാം എടുത്തുകൊണ്ട് വന്നു. നല്ല കുറേ തുണി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്താണ് എടുത്തുകൊണ്ട് വരാൻ ഭയങ്കര പാടാണ്, ഭയങ്കര വെയിറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ കൂടെ എടുക്കാൻ പറ്റത്തില്ല. ഒരു കയ്യിൽ ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ല തുണി, അതുകൊണ്ടായിരുന്നു. അങ്ങനെ തുണി മടക്കണം. ഞാൻ ഇന്ന് തുണി മടക്കുന്ന വീഡിയോ കാണിക്കുന്നില്ല, കാരണം കഴിഞ്ഞ വട്ടത്തെ ഞാൻ എൻ്റെ ഫസ്റ്റ് വ്ളോഗെന്നൊന്നും പറയാൻ പറ്റത്തില്ല, വളരെ കുറച്ച് നേരം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടാകുന്നൊരു വീഡിയോ ആണ്. ആ വീഡിയോയ്ക്കകത്ത് ഞാൻ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ഇൻട്രൊഡ്യൂഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കുന്നത് തുണി മടക്കാണ്. അപ്പോൾ അതിലും തുണി മടക്ക് ഇതിലും തുണി മടക്ക് കാണിച്ചാൽ ബോറല്ലേ. തുടക്കത്തിൽ തന്നെ ഞാൻ തുണി മടക്ക് കാണിച്ചെന്ന് വരത്തില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് തുണി മടക്കുന്നത് കാണിക്കുന്നില്ല. അപ്പോൾ ഗൈസ് തുണിയെല്ലാം മടക്കി ഞാൻ കഴിഞ്ഞു. തുണി ഫുള്ള് മടക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുണ്ട്, അതിൻ്റെ ഹാങ്കർ ഷർട്ട് വിരിച്ചുള്ള സാധനം അതാണ്. ഇനിയിപ്പോൾ അതുകൊണ്ട് പുറകിൽ വെക്കണം. അപ്പോൾ ഞാനത് വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ തന്നെ ഞാൻ അങ്ങനെ ഹാങ്കേഴ്സ് വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കുറേ ഷർട്ട് ഉണ്ടായിരുന്നു, അപ്പോൾ പപ്പായുടെ ആണെങ്കിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ഉണ്ടായിരുന്നു ഹാങ്കറൊക്കെ. അപ്പോൾ അത് പുറകിൽ കൊണ്ട് വെച്ചില്ലെങ്കിൽ അമ്മ വഴക്കും. അപ്പോൾ ഞാൻ പുറകിൽ കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ട് പോവാം. ഞാൻ എന്തൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണ് അത് അവിടെയാണ് എപ്പോഴും ഇരിക്കുന്നത് എന്നൊക്കെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതിന് വേറെ ഒന്നുമില്ല ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു പണിയില്ല. പിന്നെ ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു, ഒരു 1:30 ആയപ്പോൾ പോയതാണ്. പിന്നെ കറണ്ട് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തൂത്തൊന്നും വാരിയില്ല. അപ്പോൾ ഇനി തൂത്തൊക്കെ വരാനുണ്ട്, കുറച്ച് തൂത്ത് വരാനുണ്ടെന്നൊക്കെയാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ പോയിട്ട് ഇവിടെ എല്ലാം തൂത്തുവാരി വൃത്തിയാക്കിയിട്ട് വരാം. ഞാൻ തൂത്തുവാരുന്നൊന്നും കാണിക്കുന്നൊന്നുമില്ല. ഞാൻ തൂത്തുവാരി വൃത്തിയാക്കിയിട്ട് വരാം. ഞാൻ തൂത്തെല്ലാം വാരി അതിനെ സെറ്റാക്കിയിട്ടുണ്ട്. എല്ലാവരും തൂത്ത് വാങ്ങിയിട്ട് കംപ്ലീറ്റ് ഞാൻ തൂത്ത് വാരിയിട്ടുണ്ട്. പിന്നെ അമ്മ തയ്ക്കുന്ന റൂം മാത്രം ഞാൻ തൂത്തിട്ടില്ല, കാരണം ഇനിയിപ്പോൾ അമ്മയ്ക്കുമായിട്ട് തയ്ക്കാനാണ്. അപ്പോൾ ആ വൈകിട്ടത്തെ തയ്യലും കഴിഞ്ഞിട്ട് ആ റൂം മാത്രം തൂക്കത്തുള്ളൂ. ആ റൂം മാത്രം തൂത്തിട്ടില്ല, ബാക്കി എല്ലായിടവും തൂത്തു. ഇനിയിപ്പോൾ കുറച്ച് നേരം ഞാൻ പൂമുളക് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പുമുളകും. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് ഉപ്പുമുളക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഉപ്പുമുളക് വേണ്ടി കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ ഒരു കാര്യം പറയാം, ഞാൻ രാത്രി വരെ ഞാൻ ഈ വീഡിയോ എടുക്കുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. പറ്റുവാണെങ്കിൽ 6 മണി അല്ലെങ്കിൽ 6:30, ഇത്രയും നേരം പോകത്തുള്ളൂ. വൈകുന്നേരം പോകുമെന്ന് എനിക്കൊന്നും ഉറപ്പില്ല. പക്ഷെ ഞാൻ ട്രൈ ചെയ്യാം ഗൈസ്, ഞാൻ വൈകുന്നേരം വരെ കൊണ്ടുപോകും. നല്ല വെയിൽ. അങ്ങനെ ഞാൻ ഉപ്പുമുളകും കാണാനും പാറക്കുട്ടിയും കല്ലുക്കുട്ടിയൊക്കെ ഇരുന്ന് കളിക്കുന്നതൊക്കെയായിരുന്നു. കാരണം എനിക്ക് രണ്ടുപേരും ഭയങ്കര ഇഷ്ടമാണ്, കല്ലുവിനെയും പാറനെയൊക്കെ. അപ്പോൾ അതിരുന്ന് കാണും ഉപ്പുമുളകും. പിന്നെ ഇപ്പോഴത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോഴത്തെ ഞാൻ ഇരുന്ന് കാണും, നേരത്തെ ആണെങ്കിൽ ഇരുന്ന് കാണും, എല്ലാം ഇരുന്ന് കാണും. ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നമ്മൾ എന്ത് കിട്ടിയാലും കാണും എന്ന് പറയുന്ന പോലെ തന്നെ
അതിരുന്ന് കാണുമായിരുന്നു. കുറച്ച് നേരം ഇരുന്ന് കണ്ടു, കുറേ നേരം ഇരുന്ന് കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു 3.5 വട്ടം ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ഇരുന്ന് കുമ്പോളം കുറച്ച് നേരം ഇരുന്ന് കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ വാട്ടർമെലൺ കഴിച്ചു. ചൂട് സമയത്ത് വാട്ടർമെലൺ കഴിക്കുന്നത് ഭയങ്കര നല്ലതാണല്ലോ. അതുകൊണ്ട് ഇരുന്ന് കഴിച്ചു. എല്ലാ വാട്ടർമെലണും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നതായിരുന്നു. അതുകൊണ്ട് അതിരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അമ്മയ്ക്കത് ഇഷ്ടപ്പെട്ടു, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഞങ്ങളുടെ പുറകിലെ വീട്, ഞങ്ങളുടെ കിച്ചണിൻ്റെ പുറകിലത്തെ വ്യൂ ആണ്. അത് കപ്പത്തോട്ടം കേട്ടോ. ഇങ്ങനെ കപ്പ ഇങ്ങനെ വെക്കുമല്ലോ, അതാണ്. അറയ്ക്കോ സ്ഥലമാണ്, ഭയങ്കര ഇഷ്ടം. പിന്നെ അതിൻ്റെ കപ്പത്തോട്ടത്തിൻ്റെ ഇപ്പുറത്തുള്ളത് ഒരു കുറേ കണ്ട പോലെ വന്നിട്ട് അങ്ങേയറ്റത്തൊരു വീടാണ്. അത് ഭയങ്കര രസമാണ്. ഭയങ്കര രസം കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു മഞ്ഞൊക്കെ ഇങ്ങനെ രാവിലെ ആകുമ്പോൾ വരും. ഒരു 6 മണി ആ സമയമൊക്കെ നല്ല മഞ്ഞാണ് അവിടെ. ഞാനിങ്ങനെ കുറച്ചുകൂടെ നോക്കിക്കൊണ്ടൊക്കെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് ഉപ്പുമുളകൊക്കെ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വാട്ടർമെലണും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയാണ്. പ്രത്യേകിച്ച് എനിക്ക് ഒരു പണിയില്ലാതെ ഞാൻ അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ പറയാണ് പേരയ്ക്ക ഇപ്പോൾ വീഴുന്നില്ല, പേര സീസൺ കഴിഞ്ഞു എന്നൊക്കെ ഞാൻ ചോദിക്കുകയാണ് എന്നോട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ എൻ്റെ അവിടുത്തെ സ്ഥലം ഉണ്ടല്ലോ, അതുകൊണ്ട് കേട്ടോ ഞങ്ങളുടെ വീട് വശത്തിൻ്റെ ഫ്രണ്ടിലോട്ട് പോകുന്ന വശമാണ് ഇതാട്ടോ ഞാൻ പറഞ്ഞ പേരമരം. കണ്ട, ഇത് എൻ്റെ ചെടി, എൻ്റെ പനിക്കൂർക്ക. എനിക്ക് കുറേ വേറെ ചെടികളൊക്കെ ഉണ്ടായിരുന്നു, പച്ചമുളകും കാര്യങ്ങളൊക്കെ. പക്ഷെ അത് ഇവിടെ ആടൊക്കെ ഉള്ളതുകൊണ്ട് ആടൊക്കെ കഴിച്ചുകൊണ്ട് എനിക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ആകപ്പാടുള്ള പനിക്കൂർക്കയാണ്, ഞാൻ അതിനെ സംരക്ഷിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിലെ വ്യൂ ആണ്. ഞാൻ അപ്പുറത്തെ വീട്ടിലെ വ്യൂ ഒക്കെയാണ് എടുത്തിട്ടുള്ളത്. കണ്ടോ, ആ ഒരു എന്നാ പയറും കാര്യങ്ങളൊക്കെ എടുത്തിടുന്നത്. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിലോട്ട് പോവാണ്. ഇത് ഫ്രണ്ട് വശത്തെ വീടിൻ്റെ അവിടുത്തെ വ്യൂ കേട്ടോ. ഇത് ഞാൻ മിനി ട്രാവലിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വ്യൂ അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ നല്ല മഞ്ഞാട്ടോ. പിന്നെ വേണ്ട ഇവിടെയുണ്ട് പനിക്കൂർക്കയും തുളസിയൊക്കെ. പിന്നെ ഞാൻ നടന്ന് വീട്ടിലോട്ട് പോവുകയാണ്. കുറച്ച് നേരം ഫ്രണ്ടിലും കാര്യങ്ങളൊക്കെ നിന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലോട്ട് കയറുകയാണ്. ഹലോ, ഞാൻ ഈ ഒരു സ്ഥലത്ത് 3 വീടായിട്ടുള്ളത്. ഞങ്ങളേറ്റവും പുറകിലാണ്. അതായത് ആ വീട്ടിനകത്തൊക്കെ കയറി അടുത്ത കസേരയിൽ പോയി ഇരുന്നു ഉപ്പും മുളകും കാണുന്നു വീണ്ടും. ഇതാണ് എൻ്റെ ജോലി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ ബൈ, സീ യു.